അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാളെ പരലോകത്ത് വിചാരണ സമയത്ത് ആരെയൊക്കെയാണോ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്നത്, ആ ആൾക്കാർ അള്ളാഹുവിൻ്റെ സമക്ഷം തലകുനിക്കുകയും ഈ ലോകത്ത് അവർ ചമച്ചുകൊണ്ടിരുന്ന കള്ളത്തരങ്ങളൊക്കെയും അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അതായത് മുശ്രിക്കുകൾ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വിഷമങ്ങൾ ദൂരീകരിക്കുന്നതിനും ഈ ദൈവങ്ങളോട് പരദൈവങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചു വരുന്ന വസ്തുത അവർ നിഷേധിക്കുന്നില്ല. മറിച്ച് അവർ ചെയ്തിരുന്ന ഈ പ്രവൃത്തികൾ തങ്ങളുടെ അറിവോടും അനുവാദത്തോടും തൃപ്തിയോടും കൂടിയും ഉത്തരവാദിത്വത്തിലും ആയിരുന്നു എന്നതിനെയാണ് ഈ ആരാധ്യർ നിഷേധിക്കപ്പെടുന്നത്. അവർ പറയും, നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങൾക്ക് തൃപ്തിയും ഉണ്ടായിരുന്നില്ല. എന്നല്ല, നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന വസ്തുത തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളെ വിളി കേൾക്കുന്നവരും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരും വിഷമങ്ങൾ അകറ്റുന്നവരുമാക്കി കൽപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളത് ഞങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞത് മാത്രമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മേൽ അതിൻ്റെ ഉത്തരവാദിത്വം വെച്ച് കെട്ടുന്നത് എന്തിനാണ്? പരിശുദ്ധ ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാം വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിനോട് നാളെ പരലോകത്ത് ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. അഥവാ ദുനിയാവിൽ ഏതെല്ലാം മധ്യവർത്തികളെയാണോ അവർ അവലംബിച്ചിരുന്നത് അതെല്ലാം അന്ന് അവർക്ക് നഷ്ടപ്പെടും. വിളി കേൾക്കുന്ന ആരെയും അന്നവിടെ അവർ കാണുകയില്ല. വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വിഷമങ്ങൾ ദൂരീകരിക്കുന്നവനായി ആരെയും അവിടെ കിട്ടുകയില്ല. ഇവനെന്നെ മധ്യവർത്തിയായി സ്വീകരിച്ചവനാണ്, ഇവനോട് ഒന്നും ചോദിക്കണ്ട എന്ന് മുന്നോട്ട് വന്ന് പറയുന്ന ഒരാളും അവിടെ ഉണ്ടാവുകയില്ല. ഇതെല്ലാം തികച്ചും തെറ്റും വ്യാജവുമായിരുന്നുവെന്ന് അന്ന് എല്ലാവർക്കും സ്ഥിരപ്പെട്ടു വരും എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.